ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സഭാപ്രസംഗകൻ 3-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം 1. സഭാപ്രസംഗകൻ അധ്യായം 3-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 22. 2. സഭാപ്രസംഗകൻ അധ്യായം 3-ലെ തലക്കെട്ടുകൾ ഏവ? ഉത്തരം ഓരോന്നിനുമുണ്ട് സമയം. രണ്ടാമത്തത് എവിടെയും അനീതി. 3. 3-ാം അധ്യായം സഭാപ്രസംഗകൻ എന്ത് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്? ഉത്തരം എല്ലാറ്റിനും ഒരു സമയമുണ്ട്. 4. സഭാപ്രസംഗകൻ 3-ാം അധ്യായത്തിൽ എവിടെയുള്ള സമസ്ത കാര്യത്തിനും ഒരു അവസരമുണ്ട് എന്നാണ് പറയുന്നത്? ഉത്തരം ആകാശത്തിന് കീഴിലുള്ള. 5. സഭാപ്രസംഗകൻ 3:2-ൽ എത്ര കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്? 4 കാര്യങ്ങൾ. ജനിക്കാൻ, മരിക്കാൻ, നടാൻ, നട്ടത് പറിക്കാൻ. 6. ജനിക്കാൻ, മരിക്കാൻ ഒരു കാലമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം നടാൻ ഒരു കാലം. 7. നടാൻ ഒരു കാലം എന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്താണ്? ഉത്തരം നട്ടത് പറിക്കാൻ ഒരു കാലം. 8. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എത്ര കാര്യങ്ങൾ? ഏതെല്ലാം? 4 കാര്യങ്ങൾ. കൊല്ലാൻ, സൗഖ്യമാക്കാൻ, തകർക്കാൻ, പണിതുയർത്താൻ. 9. കൊല്ലാൻ ഒരു കാലമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം സൗഖ്യമാക്കാൻ ഒരു കാലം. 10. തകർക്കാൻ ഒരു കാലം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം പണിതുയർത്താൻ ഒരു കാലം. 11. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ 3:4-ൽ പറയുന്നത് എത്ര കാര്യങ്ങൾ? ഏതെല്ലാം? 4 കാര്യങ്ങൾ. കരയാൻ, ചിരിക്കാൻ, വിലപിക്കാൻ, നൃത്തം ചെയ്യാൻ. 12. വിലപിക്കാൻ ഒരു കാലമുണ്ടെന്ന് പറയുന്നതിന് മുൻപ് പറഞ്ഞിരിക്കുന്നത് എന്ത്? ചിരിക്കാൻ. ഉത്തരം ചിരിക്കാൻ ഒരു കാലം. 13. സഭാപ്രസംഗകൻ 3:4-ൽ അവസാനം പറയുന്നത് എന്തിനൊരു കാലം എന്നാണ്? ഉത്തരം നൃത്തം ചെയ്യാൻ ഒരു കാലം. 14. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ 3:5-ൽ പറയുന്നത് എത്ര കാര്യങ്ങൾ? ഏതെല്ലാം? ഉത്തരം 4 കാര്യങ്ങൾ. 1. കല്ല് പെറുക്കി കളയാൻ, കല്ല് പെറുക്കി കൂട്ടാൻ, ആലിംഗനം ചെയ്യാൻ, ആലിംഗനം ചെയ്യാതിരിക്കാൻ. 15. കല്ല് പെറുക്കി കളയുവാൻ ഒരു കാലം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലം. 16. കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ആലിംഗനം ചെയ്യാൻ ഒരു കാലം. 17. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എത്ര കാര്യങ്ങൾ? ഏതെല്ലാം? ഉത്തരം 4 കാര്യങ്ങൾ. സമ്പാദിക്കാൻ, നഷ്ടപ്പെടുത്താൻ, സൂക്ഷിച്ചു വയ്ക്കാൻ, എറിഞ്ഞുകളയാൻ. 18. സമ്പാദിക്കാൻ ഒരു കാലം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം നഷ്ടപ്പെടുത്താൻ. 19. നഷ്ടപ്പെടുത്താൻ ഒരു കാലമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം സൂക്ഷിച്ചു വയ്ക്കാൻ. 20. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ 3:7-ൽ പറയുന്നത് എത്ര കാര്യങ്ങൾ? ഏതെല്ലാം? ഉത്തരം 4. കീറാൻ, തുന്നാൻ, മൗനം പാലിക്കാൻ, സംസാരിക്കാൻ. 21. കീറാൻ ഒരു കാലം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം തുന്നാൻ. 22. തുന്നാൻ ഒരു കാലമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം മൗനം പാലിക്കാൻ ഒരു കാലം. 23. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് പറഞ്ഞ സഭാപ്രസംഗകൻ 3:8-ൽ പറയുന്നത് എത്ര കാര്യങ്ങൾ? അവ ഏവ? 4 കാര്യങ്ങൾ. സ്നേഹിക്കാൻ, ദ്വേഷിക്കാൻ, യുദ്ധത്തിന്, സമാധാനത്തിന്. 24. ദ്വേഷിക്കാൻ ഒരു കാലമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം യുദ്ധത്തിന് ഒരു കാലം. 25. സ്നേഹിക്കാൻ ഒരു കാലം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം ദ്വേഷിക്കാൻ ഒരു കാലം. 26. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം സമാധാനത്തിന് ഒരു കാലം. 27. ആർക്ക് അവന്റെ അധ്വാനം കൊണ്ട് എന്തു ഫലം? ഉത്തരം അധ്വാനിക്കുന്നവന്. 28. ദൈവം മനുഷ്യമക്കൾക്ക് നൽകിയ എന്ത് ഞാൻ കണ്ടു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്?
ഉത്തരം ശ്രമകരമായ ജോലി. 29. മനുഷ്യമക്കൾക്ക് ശ്രമകരമായ ജോലി നൽകിയത് ആര്? ഉത്തരം ദൈവം. 30. ദൈവം മനുഷ്യമക്കൾക്ക് എന്താണ് നൽകിയത്? ഉത്തരം ശ്രമകരമായ ജോലി. 31. അവിടുന്ന് സമസ്തവും സൃഷ്ടിച്ചത് എങ്ങനെ? ഉത്തരം അതതിൻ്റെ കാലത്ത് ഭംഗിയായിരിക്കത്തക്ക വിധം. 32. അവിടുന്ന് സമസ്തവും അതതിൻ്റെ കാലത്ത് ഭംഗിയായിരിക്കത്തക്ക വിധം എന്ത് ചെയ്തു? ഉത്തരം സൃഷ്ടിച്ചു. 33. ദൈവം മനുഷ്യ മനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. 34. കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ആര്? ഉത്തരം ദൈവം. 35. എന്തിനെക്കുറിച്ചുള്ള ബോധമാണ് ദൈവം മനുഷ്യ മനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്നത്? ഉത്തരം കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. 36. എന്ത് ആദ്യന്തം ഗ്രഹിക്കുവാൻ മനുഷ്യന് കഴിവില്ല? ഉത്തരം ദൈവത്തിന്റെ പ്രവൃത്തികൾ. 37. ദൈവത്തിന്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കുവാൻ കഴിവില്ലാത്തത് ആർക്ക്? ഉത്തരം മനുഷ്യന്. 38. ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്ത് ചെയ്യുവാൻ മനുഷ്യന് കഴിവില്ല? ഉത്തരം ആദ്യന്തം ഗ്രഹിക്കാൻ. 39. എന്തിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ല എന്ന് ഞാൻ അറിയുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ഉത്തരം ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ. 40. ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി ആർക്ക് യാതൊന്നുമില്ല? ഉത്തരം മനുഷ്യർക്ക്. 41. എല്ലാ മനുഷ്യരും എന്തെല്ലാം ചെയ്യുക എന്നത് ദൈവത്തിന്റെ ദാനമാണെന്ന് ഞാൻ അറിയുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ഉത്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത്. 42. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് എന്താണെന്ന് താൻ അറിയുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ഉത്തരം ദൈവത്തിന്റെ ദാനമാണെന്ന്. 43. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ആരുടെ ദാനമാണ്? ഉത്തരം ദൈവത്തിന്റെ. 44. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം എപ്രകാരമാണെന്ന് താൻ അറിയുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ഉത്തരം ശാശ്വതമാണെന്ന്. 45. എന്താണ് ശാശ്വതമായിട്ടുള്ളത്? ഉത്തരം ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം. 46. ദൈവത്തിന്റെ പ്രവൃത്തികളോട് എന്ത് ചെയ്യുവാൻ സാധ്യമല്ല? ഉത്തരം എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കുവാനോ. 47. എവിടെ നിന്ന് എന്തെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യമല്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ദൈവത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന്. 48. ദൈവം അപ്രകാരം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിന്. 49. മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിന് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്നത് എന്ത്? ഉത്തരം ദൈവത്തിന്റെ പ്രവൃത്തികളോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ലാത്തത്. 50. എന്താണ് പണ്ടേ ഉണ്ടായിരുന്നത്? ഉത്തരം ഇന്നുള്ളത്. 51. ഇന്നുള്ളത് എപ്പോൾ ഉണ്ടായിരുന്നതാണ്? ഉത്തരം പണ്ടേ ഉണ്ടായിരുന്നതാണ്. 52. ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം? ഉത്തരം ഇന്നുള്ളതും ഉണ്ടാകാനിരിക്കുന്നതും. 53. ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരും എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെയാണ്? കടന്നുപോയ ഓരോന്നിനെയും. 54. കടന്നുപോയ ഓരോന്നിനെയും ദൈവം എന്ത് ചെയ്യും? ഉത്തരം യഥാകാലം തിരിച്ചു കൊണ്ടുവരും. 55. എവിടെ തിന്മ കുടികൊള്ളുന്നതായി താൻ കണ്ടു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം സൂര്യന് കീഴെ ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടിടത്ത്. 56. സൂര്യന് കീഴെ ന്യായപീഠത്തിൽ പുലരേണ്ടത് എന്ത്? ഉത്തരം നീതി. 57. സൂര്യന് കീഴെ ന്യായപീഠത്തിൽ നീതി പുലരേണ്ടിടത്ത് കുടികൊള്ളുന്നത് എന്ത്? ഉത്തരം തിന്മ. 58. എന്തിനെല്ലാമാണ് ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നത്? ഉത്തരം ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും. 59. ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് സഭാപ്രസംഗകൻ എന്ത് വിചാരിച്ചു? ഉത്തരം നീതിമാനെയും ദുഷ്ടനെയും വിധിക്കുമെന്ന്. 60. ദൈവം നീതിമാനെയും ദുഷ്ടനെയും വിധിക്കുമെന്ന് സഭാപ്രസംഗകൻ വിചാരിച്ചത് എന്തുകൊണ്ട്? ഉത്തരം ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ട്. 61. ദൈവം ആരെയെല്ലാം വിധിക്കുമെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത്? ഉത്തരം നീതിമാനെയും ദുഷ്ടനെയും. 62. മനുഷ്യമക്കൾ വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കുവാൻ വേണ്ടി ദൈവം അവരെ എന്ത് ചെയ്യുകയാണെന്ന് താൻ കരുതി എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മനുഷ്യമക്കൾ വെറും മൃഗങ്ങൾ ആണെന്ന്.
63 മനുഷ്യമക്കൾ വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കുവാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് സഭാപ്രസംഗകൻ കരുതിയത് എന്തുകൊണ്ട്? ഉത്തരം മനുഷ്യമക്കളുടെയും മൃഗങ്ങളുടെയും ഗതി ഒന്ന് തന്നെ. 64 ആരുടെയെല്ലാം ഗതി ഒന്ന് തന്നെ എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മനുഷ്യമക്കളുടെയും മൃഗങ്ങളുടെയും ഗതി. 65 മനുഷ്യമക്കളുടെയും മൃഗങ്ങളുടെയും ഗതി ഒന്ന് തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ഒന്ന് ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു. 66 ഒന്ന് ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കൂട്ടർ ആരെല്ലാം? ഉത്തരം മനുഷ്യമക്കളും മൃഗങ്ങളും. 67 അവർക്കെല്ലാം ഒരേ ശ്വാസമാണ് ഉള്ളത്. സഭാപ്രസംഗൻ പറയുന്നത് എന്ത്? ഉത്തരം എല്ലാറ്റിനും അതായത് മനുഷ്യർക്കും മനുഷ്യമക്കൾക്കും മൃഗങ്ങൾക്കും. 68 ഒന്ന് ചാകുന്നത് പോലെ ചാകുന്നതും എന്ത്? മറ്റേതും. 69 ആർക്ക് ആരേക്കാൾ യാതൊരു മേന്മയും ഇല്ലെന്നാണ് സഭാപ്രസംഗൻ പറയുന്നത്? ഉത്തരം മനുഷ്യന് മൃഗത്തേക്കാൾ. 70 മനുഷ്യന് മൃഗത്തേക്കാൾ യാതൊരു മേന്മയുമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗൻ പറയുന്നത് എന്ത്? ഉത്തരം എല്ലാം മിഥ്യയാണ്. 71 എല്ലാം എന്തിൽ നിന്നുണ്ടായി എന്നാണ് സഭാപ്രസംഗൻ പറയുന്നത്? ഉത്തരം പൊടിയിൽ നിന്ന്. 72 പൊടിയിൽ നിന്ന് ഉണ്ടായത് എന്തല്ല? ഉത്തരം എല്ലാ മനുഷ്യമക്കളും മൃഗങ്ങളും. 73 എല്ലാം പൊടിയിൽ നിന്ന് ഉണ്ടായി, എല്ലാം ഡാഷ്. ഉത്തരം പൊടിയിലേക്ക് മടങ്ങുന്നു. 74 പൊടിയിൽ നിന്ന് ഉണ്ടായവ എവിടേക്കാണ് മടങ്ങുന്നത്? ഉത്തരം പൊടിയിലേക്ക്. 75 മനുഷ്യന്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിന്റെ പ്രാണൻ മണ്ണിലേക്കും പോകുന്നുവോ എന്ന് ചോദിക്കുന്നതിനെ തുടർന്ന് സഭാപ്രസംഗൻ പറയുന്നത് എന്ത്? ഉത്തരം ആർക്കറിയാം. 76 മനുഷ്യനെ എന്തിനേക്കാൾ മെച്ചമായി ഒന്നുമില്ല എന്നാണ് സഭാപ്രസംഗൻ പറയുന്നത്? ഉത്തരം തന്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ. 77 ആർക്ക് തന്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ല? ഉത്തരം മനുഷ്യന്. 78 എന്താണ് മനുഷ്യന്റെ ഗതി എന്നാണ് സഭാപ്രസംഗകൻ മനസ്സിലാക്കിയത്? ഉത്തരം മനുഷ്യർ തന്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്ന്. 79 എന്ത് കാണാൻ അവനെ വീണ്ടും കൊണ്ടുവരുമെന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഉത്തരം തനിക്ക് ശേഷം സംഭവിക്കുന്നത്. 80 ആര് വീണ്ടും കൊണ്ടുവരുമെന്നാണ് സഭാപ്രസംഗൻ പറയുന്നത്? ഉത്തരം ദൈവം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.